ആണോ? ഞായറാഴ്ചയോ? ആണോ? ഇനിയിപ്പോൾ നമ്മുടെ ബാച്ചിൽ എൻ്റെയും സ്മിതയുടെയും മാത്രമേ ഉള്ളല്ലേ കല്യാണം. ഞാൻ വരുന്നില്ലടാ. എനിക്കെല്ലാവരെയും ഫേസ് ചെയ്യാനൊരു ബുദ്ധിമുട്ട്. ശരിയടാ, ഓക്കെ. കണ്ട, അവളുടെ കൂട്ടുകാരികളുടെ എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു. കൊച്ചിന് കല്യാണം നടക്കാത്തതിൽ നല്ല വിഷമമുണ്ട് കേട്ടോ. അങ്ങനെ നീ അങ്ങോട്ട് പറയുമ്പോൾ തന്നെ അങ്ങോട്ട് കെട്ടിച്ചു വിടാനുള്ള പെണ്ണല്ല അവള്. നല്ല സെറ്റപ്പും നല്ല ആലോചനയും നല്ല പയ്യനും വരുമ്പോഴേ കെട്ടിച്ചു വിടുള്ളൂ. അത് ഞാൻ വിളിക്കുമ്പോൾ തന്നെ അങ്ങനെ ഇറങ്ങി വന്ന് എൻ്റെ ജീവിതം കൊഞ്ഞാട്ടാക്കിയത് പോലെ അല്ല ഇത്. എന്റെ വായിൽ നല്ല വർത്താനം വരൂല കേട്ടാ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ടോമി അടങ്ങടാ. നിങ്ങളുടെ കയ്യിൽ കിടക്കണ ഇട്ടിച്ചു കൊടുക്കാനായിട്ട്. കാശല്ല ആവശ്യം, ബുദ്ധിയാണ്. ഓ ദേ, നിങ്ങൾ ഈ കൊച്ചിന്റെ കല്യാണം നടത്തില്ലെങ്കിൽ ഈ വർഷം തന്നെ എന്റെ കൊച്ചിന്റെ കല്യാണം ഞാൻ നടത്തും. ഹലോ ഹലോ, ഇവിടെ ആരുമില്ലേ? എന്താ വേണ്ടത്? എന്ത് പരിപാടിയായിട്ടാ കാണിച്ചത്? ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് പോരാന്ന് പറഞ്ഞ് പുറത്ത്. ഏത് ഹോസ്പിറ്റലിൽ? ചേട്ടാ, ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെച്ച് നമ്മൾ കണ്ടില്ലേ? ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാ. കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ചേട്ടന്റെ അമ്മയ്ക്ക് സുഖമില്ലാഞ്ഞിട്ട് ചേട്ടൻ ICUവിന്റെ വാതിൽ നിന്നപ്പം എന്നെ കണ്ടില്ലേ? അപ്പൊ എന്നോട് 1 ലക്ഷം രൂപ വേണമെന്നിട്ട് ഞാൻ ചേട്ടന്റെ ചെക്കാണ് മാറാൻ പറ്റൂല, പിന്നെ മാർത്തിരാന്ന്. എന്റെ പൊന്നു ചെക്കാൻ, നീ എന്താ ഈ പറയണത്? ആള് തെറ്റി, നിനക്ക് വീട് തെറ്റി, നിനക്ക് സമയം തെറ്റി വന്ന വർത്തമാനമാണ്. എന്താണ് ചേച്ചിത്? ഇങ്ങേര് അമ്മയ്ക്ക് സുഖമില്ലാന്നും പറഞ്ഞ് എന്നോട് 1 ലക്ഷം രൂപ മേടിച്ച മോനെ ഇപ്പൊ തന്നെ ബാങ്കിൽ നിന്ന് മാർത്തിരാന്ന് പറഞ്ഞ് മേടിച്ചാണ് ചേട്ടൻ. എപ്പോ? നിങ്ങളല്ലേ അപ്പൊ എന്നോട് ഇന്നലെ കോഴിക്കോട് നിങ്ങൾ പൈസ മേടിച്ചു സുഹൃത്തെ? 1 ലക്ഷം രൂപ മേടിച്ചു. ഞാൻ പറഞ്ഞ കേട്ടാ, ഞാൻ എന്റെ വൈഫ് ഇന്ന് വരെയും നാളെ എടുത്തു വെച്ചാ നമ്മളൊരു തെറ്റും പറഞ്ഞിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു എന്താണ് നിങ്ങളുടെ ഫോട്ടോ അല്ലേ ഇത്? ആണോ? ഈ ഫോട്ടോ വെച്ച് ഞാൻ കേസ് കൊടുത്തോളാം. ഇതിപ്പോ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് ഇരിക്കണാണോ? ആണല്ലേ, ഞാൻ കേസ് കൊടുത്തോളാം. ആണ്. അപ്പൊ പിന്നെ ഇല്ലെന്ന് പറഞ്ഞ തന്നെയാണ്. അമ്മ മരിച്ചു വേണം. സോറി ടെൻഷൻ കൊണ്ട് പറഞ്ഞാന്ന് പറഞ്ഞില്ല. സോറി. അതിന്റെ ബ്രെയിൻ അല്ല, സോറി ചേച്ചി. അത് അല്ല, ഞാനും കഷ്ടപ്പെട്ടുകൊണ്ടുവന്ന പൈസയാണ്. എന്റെ പെങ്ങള് അവിടെ പ്രസവിക്കാൻ വേണ്ടി കിടക്കണം. അപ്പൊ അവർക്കൊരു സിസേറിയൻ ഓപ്പറേഷൻ ഒക്കെ ഉണ്ട്. അപ്പം അതിന്റെ മനസ്സൊന്ന് മാറിപ്പോയി. എനിക്ക് ആളെ തിരിച്ചറിയാൻ പോലും പറ്റും. സോറി. ഇപ്പൊ അവളെ ഇപ്പം ഓപ്പറേഷൻ കയറ്റണം. ആ പൈസ തന്നിട്ട് ഞാൻ പോകായിരുന്നു. അല്ല, തരാന്ന് പറഞ്ഞാ ചേട്ടൻ ആ പൈസ എപ്പോ തരുമെന്ന് പറയാം. ചേട്ടൻ ആദ്യം ഓർമ്മയില്ല. 2 ദിവസം 2 ദിവസം കഴിയും. ഞാൻ എവിടെന്നെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് ഇപ്പോഴത്തെ കാര്യം തീർക്കും. ഓക്കെ. അപ്പൊ 2 ദിവസം കഴിയുമ്പോൾ ഞാൻ വരട്ടെ. മോനെ, ഞാൻ ജീവിച്ചിരിക്കണമെങ്കിൽ തന്നിരിക്കണം. ഓക്കെ. നീ ആ സ്നേഹിച്ച ആ സന്ദർഭത്തിനും ആ സമയത്തിനും ദൈവം എന്റെ മുമ്പിൽ വന്ന് നീ ഓക്കെ. ഞാൻ അല്ല, ചേട്ടന്റെ ഫീലിങ്സ് കാണാൻ പറ്റൂല, അതുകൊണ്ടാ ഞാൻ വന്നോളാം. 2 5-8 കൊല്ലം മുമ്പ് അമ്മ മരിച്ചതല്ലേ? എന്തിനാണ് അങ്ങേരുടെ കയ്യിൽ നിന്ന് അമ്മ മേലാതെ കിടക്കണം പറഞ്ഞിട്ട് പൈസ മേടിച്ചത്? എന്നിട്ട് ആ കാശ് എന്തെടുത്ത്? ആ കാശ് എന്തെടുത്തെന്ന് 1 ലക്ഷം രൂപ മേടിച്ചു തന്നിട്ട് ഓർമ്മയും കുഴിമന്തിയൊക്കെ നീ എവിടെ നിന്ന് വന്നൊന്നും നീ ചോദിച്ചില്ലല്ലോ. അതായിരുന്നു. എന്നാലും 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപയൊക്കെ തീരാൻ വടത്തെ പോലെ അല്ല, ചെറുപ്പക്കാർക്ക് 1 മിനിറ്റ് മതി. അല്ല, അപ്പൊ മാല മാറി മേടിച്ചതും എല്ലാം ഇതൊക്കെ തന്നെയാ. നോക്ക്, അപ്പൊ അവളെ എവിടെയെങ്കിലും നല്ല ഒരു സ്ഥലത്ത് കെട്ടിച്ചു വിടണം. അതിനോട് വാക്ക് പറഞ്ഞില്ലല്ലോ പില്ലുവിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ മേടിച്ചിട്ട് മറിച്ചതാണെന്ന്. അവര് നല്ല നിലയിൽ എത്തിക്കാൻ ഞാൻ ജീവിതത്തിൽ എന്ത് വെട്ടിപ്പും തട്ടിപ്പും നോക്കും. ഇപ്പൊ എങ്ങനെ കൊടുക്കും? അതൊക്കെ അങ്ങോട്ട് വരുമ്പോ കൊടുക്കാതിരിക്കാനുള്ള എന്തെങ്കിലും വഴിയൊന്നും ആലോചിക്കും. ഞാനല്ലേ ഉള്ളത്. അല്ല, ഇത് എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കാനാണ്? മാല ചോദിക്കരുത്, ഞാൻ തരില്ല. ചേച്ചി ആരാ? ഞാൻ എന്താ കട്ടിലിന്റെ ഇൻസ്റ്റാൾമെന്റുകാരൻ മുരുകൻ. കിടന്ന് വിളിച്ചു പോകണ്ടേ? വരുന്ന ചേച്ചി വരുന്ന വിളിച്ചു കൂവാതെ വരുന്നെന്ന് പറഞ്ഞില്ലായിരുന്നോ? ചേച്ചി, എത്ര നാളെ നിങ്ങ കട്ടില് വാങ്ങിട്ട് പൈസ തരുന്നില്ല? എത്ര നാള് നിങ്ങ നോക്ക്, എവ്വളോ പൈസ തരാൻ പലിശ കാശ് തരണം ചേച്ചി. എത്ര നാളായി ഞാൻ വന്നിരിക്കണേ. കാശ് ചോദിക്കാൻ നല്ല മിടുക്കാണല്ലോ. ആ കട്ടില് എന്തിനു കൊള്ളാം? എന്നാ ചേച്ചി, കട്ടില് മേടിക്കുമ്പോ നിങ്ങ എന്ത് ചേട്ടാ അന്ന് ഇപ്പൊ കാശ് ചോദിക്കുമ്പോ അണ്ണാച്ചി സൊല്ലരുത്.
ഇത് എത്ര നാളെ പൈസ തരുന്ന അതെ നിങ്ങൾ എന്ത് കട്ടിലാണെന്നും പറഞ്ഞോണ്ടാ തന്നത്? തേക്കിന്റെ ആണെന്നാണോ പറഞ്ഞത്? ചേച്ചി നല്ല ഈട്ടി തേക്കാണ്, ഈട്ടി കട്ടിലാണത്. ഏതാണ്ട് ചീമക്കൊന്ന പത്തലം കണ്ട് ചേച്ചി നമ്മ അങ്ങനെ ചെയ്യില്ല. നമ്മ കൊടുക്കുന്ന സാധനം നല്ല സാധനമാണ് ചേച്ചി. இந்த இடத்துல എല്ലാവർക്കും தெரியும். പിന്നെ இந்த இடத்துல എല്ലാവർക്കും தெரிയായിരിക്കും. താനൊന്ന് കയറി നോക്ക്, ആ കട്ടിൽ എന്ത് കാശിന് ഞാൻ ചെയ്ത കട്ടില് നല്ല കട്ടില്. നിങ്ങൾ അന്ത വിഷയം വീഴാതെ നിങ്ങൾ പൈസ താ ചേച്ചി. പൈസ എങ്ങനെ എടുത്തിട്ട് തരും? എങ്ങനെ ഈ പന്ന സാധനത്തിനൊന്നും പൈസ തരാൻ പറ്റൂല. പന്ന സാധനം നല്ല സാധനമാണ് ചേച്ചി. അതെ അണ്ണാച്ചി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്നാ ചേച്ചി? നിങ്ങൾ ആ കട്ടില് വാർണിഷിന് വല്ല OCR OPR വല്ലോ ആണ് അടിച്ചത്? അതെന്താ ചേച്ചി എങ്ങനെ சொல்லണേ? ആ കട്ടില് 4 കാല കിടന്നിട്ട് ഇങ്ങനെ ആടുകയാണ്. അങ്ങോട്ട് കിടന്നാ കിർ, ഇങ്ങോട്ട് കിടന്നാ പിർ. അത് ചേച്ചി നിങ്ങൾ സാപ്പാടിന്റെ എന്തെങ്കിലും കിഴങ്ങ് വർഗം കഴിച്ചതായിരിക്കും. എന്താന്ന്? അല്ല, ഞാൻ ഇതുകൊണ്ടാണ് സാപ്പിട്ട് ജീവിക്കുന്നത്. നിങ്ങൾ കാശ് താ ചേച്ചി, അല്ലമ്പണ്ടാക്കത്തെ കാശ് താ. എന്റെ അണ്ണാച്ചി, ആ ആടറ കട്ടില് കിടന്നിട്ട് ഞാൻ എങ്ങനെ കാശ് എടുത്തു തരാനാണ്? അതൊന്നും പറഞ്ഞ കൂടാതെ എനിക്ക് കാശിന്ന് കറക്റ്റ് കിട്ടണം. അല്ല, ഞാൻ ഇവിടെ പോകത്തില്ല. ഞാൻ இந்த இடத்துல இருக்கும். അപ്പൊ അണ്ണാച്ചിയുടെ വിചാരം എന്താ ഞാനിത് നുണ പറയണതാണെന്നാ? നിങ്ങൾ ഇത്രയും നാളും നിങ്ങൾ നുണജാണ് പറഞ്ഞത്. എനിക്ക് കാശ് വേണം ചേച്ചി, ഞാൻ പോകത്തില്ല. അങ്ങനെയാണെങ്കിലേ ഇയാൾ ആ കട്ടിലൊന്ന് കയറി കിടന്നു നോക്ക്. പിന്നെ ഞാൻ എന്റെ കട്ടില് ഞാനാണ് അതിന്റെ അകത്ത് കിടക്കുന്നത്. നിങ്ങളല്ലേ കട്ടില് പണിതെന്നാ? നിങ്ങൾ കാശ് താ ചേച്ചി. ഞാൻ പറഞ്ഞാണെന്നല്ലേ പറഞ്ഞത്? തന്നെ ഞാൻ വിടൂല. തന്നെ ആ കട്ടിലെ വന്ന് കിടന്നിട്ട് ബാക്കി കാര്യമുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത് കള്ളത്തരാണെന്നല്ലേ താൻ പറഞ്ഞത്? താൻ എന്റെ കട്ടിലെ കിടന്നിട്ട് പോയാ മതി. വേണ്ട ചേച്ചി, വേണ്ട. അതെ, ആ കട്ടിലിന് ആട്ടം ഉണ്ടായില്ലെന്ന് തനിക്കൊന്ന് മനസ്സിലിരുപ്പ് എനിക്ക് മനസ്സിലായി. ഞാൻ അകത്ത് കയറുമ്പോൾ இந்த ആൾക്കാരെ വിളിച്ചിട്ട് എന്നെ തല്ലാണ്. இந்த மாதிரி 4 കട്ടിൽ കേസ് എനിക്ക് ഇരിക്കു ചേച്ചി. എടുത്തോ, നിങ്ങൾ കട്ടിലെടുത്തോ. இந்த കാര്യങ്ങളാ கடவுளை ചോദിക്കും ചേച്ചി. എനിക്ക് കാശ് വേണ്ട, ഒന്നും വേണ്ട. എടുത്തോ ചേച്ചി. இந்த மாதிரி കട്ടില് കുട്ടില് ഒന്നും വേണ്ട. അങ്ങ കിടക്ക കിറി, ഇങ്ങ കിടക്ക പിറി. എന്ത് മനുഷ്യരെ എന്തറിയില്ല. മനുഷ്യ കട്ടില് കുട്ടില് ഈ പണിയെ നിർത്തണം. ചേട്ടാ, എന്താണ് ഇന്ന് വരാൻ പറഞ്ഞായിരുന്നു? ആരോട്? പൈസയുടെ അമ്പലേ ഉത്സവോ എന്താണ്? അല്ലേട്ടാ, നമ്മളോട് മറ്റേ ഹോസ്പിറ്റലിൽ വെച്ച് 1 ലക്ഷം രൂപ മേടിച്ചില്ലേ? ഇടയെ നിന്നോട് ഞാൻ പറഞ്ഞാണ് നിങ്ങൾ വരരുത്. ഇവിടെ 5 ലക്ഷം കൊടുക്കാനുള്ളവർ ഇപ്പോഴും ഇവിടെ നിൽക്കണം. അതിനിടക്കാണ് നിന്റെ പ്രസവം കൊണ്ടുവരുന്നത്. എന്നെ വർത്തനുണ്ട്. നിങ്ങൾ 5 ലക്ഷം കൊടുക്കാതിരിക്കുക ചെയ്യും. എന്നോട് മേടിച്ച പൈസ അല്ലേ ഇത്? ആര് മേടിച്ചത്? ചേട്ടൻ മേടിച്ച പൈസ അല്ലേ ഹോസ്പിറ്റലിൽ വെച്ച്? എന്റെ ഒരു മര്യാദ വർത്തനം പറഞ്ഞു കേട്ടോ. എന്താണ് ചേച്ചി 2 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞല്ലോ പൈസക്ക്. ഇപ്പൊ പറയുന്നത് ഏത് പൈസ, എങ്ങനത്തെ പൈസയെന്ന്? അത് മര്യാദ വർത്താനാണ്. അല്ലേ 2 ദിവസം കഴിഞ്ഞ് വരാൻ ആര് പറഞ്ഞു? ചേച്ചി, ഞാൻ നിന്റെ ഏത് ചേച്ചിയാണത്? എന്റെ അവസ്ഥയെന്ന് മനസ്സിലാക്കി കേട്ടോ. നിന്റെ അവസ്ഥ എനിക്ക് അതിനേക്കാൾ വലിയ മനസ്സിലാകും. മേലാൽ ഇനി വന്ന് ഇവിടെ എന്തെങ്കിലും പ്രശ്നം പൈസക്ക് വേണ്ടി ഉണ്ടാക്കിയാൽ കേസല്ലേ ഉള്ളൂ. അതിനേക്കാളും വലിയ കേസ് ഇവിടെ നിൽക്കണം. ഞങ്ങളുടെ കൊച്ച പേരെ നിറഞ്ഞു നിൽക്കണം. അതിനെ കെട്ടിച്ചിട്ടും പോലും ഇല്ല. ചേച്ചി, 1 ലക്ഷം രൂപ എനിക്ക് വലുതാണ്. എനിക്ക് ആ പൈസ വേണം. 5 ലക്ഷം കൊടുക്കണവർ ഇപ്പോഴും ചോദിക്കണല്ലോ. പിന്നെ നീ അത് ചേട്ടൻ കൊടുക്കട്ടെ. നിങ്ങളെ അങ്ങനെ എന്നെ വെറുതെ എവിടെ നോക്കണ്ട. ഈ പൈസ എനിക്ക് തന്നാ പറ്റുള്ളൂ. ഞങ്ങളുടെ മകളുടെ കല്യാണം കഴിഞ്ഞില്ലെന്ന് പറഞ്ഞില്ലേ? അതിന്റെ കാശ് ഞാൻ തരുമോ? ഇല്ലല്ല. ഇനി അതൊക്കെ ഉണ്ടാക്കി അതിനെ കെട്ടിച്ചിട്ടൊക്കെ ഉള്ളൂ ഞങ്ങൾ ബാധ്യത തീർക്കണത്. മറ്റുള്ളവരുടെ പൈസയൊക്കെ പിന്നെ തരും. മനസ്സിലായി. ജംഗ്ഷനിൽ വന്നപ്പോഴേ മനസ്സിലായി. എനിക്ക് എന്റെ പൈസ തന്നെ കേട്ടോ. ഞാൻ ഇനിയും വരും. ആലോചിക്കട്ടെ തരണം. ഞാൻ ഇനിയും വരും. എനിക്ക് പൈസ തന്നെ. നീ ഇനി ഇവിടെ വരില്ല. ചേട്ടൻ വെള്ളം കുടിച്ചിട്ടുണ്ട് വയറ്റിൽ കിടക്കും. കൂടുതൽ വെല്ലു വിളിക്കണേ. ആ മേടിക്കാൻ അങ്ങനെയാണെങ്കിൽ മേടിക്കാ. ആ മേടിക്കണോ? നാണ ഇല്ലേ ചേച്ചി? നാണ ഇല്ലേ? എന്തിന് മേടിച്ചല്ല. അയ്യോ, ഇനി ഞാൻ കാശ് തരികയില്ല. താൻ മേടിക്കാമെങ്കിൽ മേടിക്ക്. കൊള്ളാം. കൊടുക്കരുത് അയാൾക്ക്. പേടിച്ചു പോയാ അല്ല പിന്നെ അവന്റെ മുമ്പില ഞാൻ അതിനേക്കാൾ വലിയ കൊണ്ടേ. ഞാന് കവലയിലൊക്കെ നോക്കിയിട്ട് കാണണ്ടായിരുന്നില്ല. അതാണ് ഞാൻ ഇങ്ങോട്ട് അന്വേഷിച്ച് വന്നത്. ഞാൻ ഇവിടെ ഇരിക്കണല്ലേ? അതാണ്. അപ്പൊ എനിക്ക് ആ ടിക്കറ്റിന്റെ പൈസ തന്നാ കൊള്ളായിരുന്നു. ഏത് ടിക്കറ്റിനാ? ക്രിസ്മസ് ബമ്പർ എടുത്താലേ 10 എടുത്തില്ലേ? 4000 രൂപ അടിച്ചില്ലല്ലോ. അടിച്ചില്ലല്ലേ? ഞാൻ നോക്കിയായിരുന്നു. ഒറ്റ നമ്പറിന് അടി കുറവായിരുന്നു. ഇപ്പൊ അടിയുള്ള ടിക്കറ്റിനല്ലേ നമ്മള് പൈസ കൊടുക്കുള്ളൂ. എങ്ങനെ? അടിയുള്ള ടിക്കറ്റിനല്ലേ പൈസ കൊടുക്കുള്ളൂ. അടിക്കാത്ത ടിക്കറ്റിന് നമ്മളെന്ത് പൈസ കൊടുക്കും? അല്ല, റിസൾട്ട് വന്നതിന് മുമ്പല്ലേ ചേട്ടൻ എന്റെ ടിക്കറ്റ്? റിസൾട്ട് പറ്റുന്നതിന് മുമ്പ്. പിന്നെ അടിച്ചാലല്ലേ നമുക്ക് പൈസ തരാൻ പറ്റുള്ളൂ. ചേട്ടനെ എടുത്തതിന് പോയിട്ടല്ലേ പിന്നെ റിസൾട്ട് വന്നത്. അപ്പൊ അതിന് അടിച്ചില്ല എന്ന് പറഞ്ഞ് പൈസ തരാണ്ടിരിക്കണം എന്തിനാ? അല്ല, അടി ഉണ്ടായിരുന്നെങ്കിൽ പൈസ തരൂല. അല്ലാണ്ട് പൈസ തന്നെ എന്തിനാണ്? അപ്പൊ ചേട്ടൻ പൈസ തരൂലേ? അടിയില്ലാന്ന് പറഞ്ഞ് പൈസ തരൂല. അത് നീ എന്തിനാ എനിക്ക് തരാൻ പോയത്? അത് ശരി. അപ്പൊ അടിക്കാത്ത ലോട്ടറി ആയതുകൊണ്ടല്ലേ ചേട്ടൻ പൈസ? അടിക്കാത്ത ലോട്ടറിക്ക് പൈസ തരില്ല.
പൈസ തരില്ല ആ അല്ല ലോട്ടറി അടിക്കാത്തോണ്ട് ചെല്ലം പൈസ തരില്ല പൈസ തരില്ല. സുധാരണ അടിച്ച പൈസ തരുമല്ല മര്യാദക്ക് പൈസ തന്നേക്കണം കേട്ടാ. നീ തല്ലിയല്ലേ ആ ആ നീ നോക്കിക്കോ, നീ ജംഗ്ഷനിൽ ഉണ്ടാവും. ഞാനും വരും, എന്റെ പിള്ളേരും ഉണ്ടാവും. തല്ലാനായിരിക്കും. തല്ലാനല്ല, നിനക്ക് തരാനുള്ള പൈസ കൊണ്ടുവന്ന് തരാൻ സാക്ഷികൾ വേണമല്ലേ പിള്ളേര്, തന്നതിന്റെ തെളിവ് അവിടെ ഉണ്ടാവും. ആ എടാ വിഷു ബമ്പർ വല്ല കയ്യിലിരിപ്പണ്ട. എന്തിനാ എടുക്കാനോ 10 ആ നമ്പർ അങ്ങോട്ട് കൈ വെച്ചാ മതി. പഠിച്ചല്ലേ നീ. നമസ്കാരം. അച്ഛൻ താമസിച്ചില്ലല്ലേ? പെണ്ണിന്റെ അച്ഛൻ. ഓക്കെ അമ്മ. അച്ഛൻ കേട്ടോ. അച്ഛൻ 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 ഇത്ര ഉള്ളോ? ഇരിക്കെ നമ്മള് വരാൻ വേണ്ടി കുറേ നേരം കൊണ്ട് വെയിറ്റ് ചെയ്യണത്. അപ്പൊ പിന്നെ അല്ലേ ഇച്ചിരി താമസിച്ചു പോയി. അതറിയില്ല. നമുക്ക് എന്തായാലും നമുക്ക് ഒറ്റ മോളേ ഉള്ളൂ. അവളൊരു നല്ല നിലയിൽ കെട്ടിച്ച് വിടണം. പ്രത്യേകിച്ച് ജർമ്മനിയിലാണ് ചെറുക്കനെന്ന് പറഞ്ഞപ്പോഴാണ് നമുക്കൊരു അദ്ദേഹം ഞങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ. അതെ അതെ അതെ. ഞാൻ ചെറുക്കൻ്റെ അച്ഛനാണ്. അയ്യോ അങ്ങനെ പറയില്ല, മകനാണെന്നേ പറയുള്ളൂ. എന്താ ചെയ്യുന്നേ? ഇത് അമ്മാവന്, ഇത് ഫ്രണ്ട്, അതും അമ്മാവന്. അതെ, ഇതെന്റെ ഭാര്യയാണ്. ഇനി ഭാര്യനെ കണ്ടു കഴിഞ്ഞാൽ മാളാണെന്ന് പറയും, മാളെ കണ്ടു കഴിഞ്ഞാൽ അമ്മയെന്ന് പറയും, അമ്മനെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനത്തെ തന്നെ നമ്മുടെയൊക്കെ ഒരു ഫാമിലി. ഇവിടെ ആരോട് വന്ന് ചോദിച്ചാലും നമ്മളെ ഫാമിലി എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ബഹുമാനവും സ്നേഹവും ആദരവും. അതൊരു ഭാഗ്യമല്ലേ? അല്ലെ, മോളെ ഒന്ന് കണ്ടില്ല. വിളിക്കാം മോളെ. ഇങ്ങോട്ട് മോളെ, എന്നെ കാണാൻ വേണ്ടി. മോള് രാവിലെ മുതൽ ഒരുങ്ങി നിൽക്കുന്ന അവള് പിന്നെ മേക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ല, നാച്ചുറൽ ആയിട്ടുള്ള. ഇത് മോളെ, ഇത് ചെറുക്കനല്ല, ചെറുക്കന്റെ അച്ഛനാണ്. അച്ഛൻ ഇങ്ങനെയാണെങ്കിൽ പിന്നെ ചെറുക്കൻ എങ്ങനെയാണെന്ന് എനിക്കാവുന്നേ ഉള്ളൂ. ഇതൊക്കെ അവരുടെ റിലേറ്റീവ്സും ബന്ധുമിത്രാദികളും ഒക്കെയാണ്. മോളെ, മോൻ ജർമ്മനിലാണെന്ന് അറിയാമല്ലോ അല്ലേ? അവൻ അടുത്ത മാസം വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നീക്കാം. നീട്ടി കൊണ്ടുപോകണം. ഇല്ല ഇല്ല ഇല്ല, മോള് ജർമ്മൻ പഠിക്കേണ്ടി വരും കേട്ടോ. ഇവള് മാത്രമല്ല, അമ്മ വരെ. അല്ല, ചേട്ടനും ചേച്ചിയും കൂടെ ജർമ്മൻ പഠിക്കാൻ. ഇവള് പഠിച്ചാ പിന്നെ ഞാൻ പഠിക്കാതിരിക്കും. ഇവളെന്നെ പഠിപ്പിച്ചിട്ട് പോകാൻ എളുപ്പം, എല്ലാവർക്കും കൂടെ പോയി അവിടെ സന്തോഷമായിട്ട് ജീവിക്കാമല്ലോ. അപ്പൊ നമ്മൾ ഈ സ്ത്രീധനം എങ്ങനെയൊക്കെയാണ് നമ്മുടെ പുന്റെ ചേട്ടാ? ശ്രീധരൻ എന്നൊരു വാക്ക് പറയരുത്, അത് നമുക്ക് ഇഷ്ടമല്ല. പിന്നെ ശ്രീധരന്റെ കാര്യം പറയാനാണെങ്കിൽ ഞങ്ങൾ ഇത് ഇപ്പൊ ഇവിടെ നടക്കും. അത് വേണ്ട, നമുക്കൊരു മോളല്ലേ ഉള്ളൂ, ഉള്ളത് മുഴുവൻ അവർക്ക് കൊടുക്കാൻ വേണ്ടിട്ടല്ലേ നമ്മുടെ ബുദ്ധി. പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ശ്രീധരൻ മേടിച്ചുള്ള കല്യാണം ഞങ്ങൾക്ക് ഈ മോള് മതിയല്ലോ, പിന്നെ ശ്രീധരൻ. നമ്മൾ ഉണ്ടാക്കണതൊക്കെ നമ്മുടെ മോക്കളാണല്ലോ. നമ്മുടെ ബുദ്ധിയും വൈഭവവും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അതല്ല ഇവക്കെ ഉള്ളതാ. എപ്പോഴും ഓരോരുത്തർ വരും, ചിലപ്പോ 2000 3000 എന്തെങ്കിലും കിഡ്നി, ലിവർ, ഹാർട്ട്. പൈസയുടെ കേസ് എന്തായി? ഞാൻ പറയണത് മനസ്സിലായി. ആകെ ഒരു മോളല്ലേ ഉള്ളൂ. ആ മോളുടെ ഒരു കാര്യത്തിന് വേണ്ടി അവര് വന്നപ്പോ അവരുടെ മുമ്പിൽ എനിക്ക് എന്റെ പൈസ തരുമല്ലോ, ഞാൻ മേടിച്ച ഞാൻ തരും. അവരുടെ മുമ്പിൽ എന്റെ വില കളയല്ലേ, എനിക്കൊരു നിലയും വിലയുള്ള. കാണരുത്. 1 ലക്ഷം രൂപ ഞാൻ എത്ര തരാനുള്ളത്? 1 ലക്ഷം രൂപ തരാൻ. 1 ലക്ഷം രൂപ അല്ലേ തരാൻ? ഞാൻ ഇവിടുന്ന് പോകൂല, അത്രേ ഉള്ളൂ. തരും തരും, ഞാൻ പറഞ്ഞില്ല, ഒരു ഡേറ്റ് ഞാൻ തരും. ഇതുണ്ടോ ഏറ്റവും നമ്പർ ഉണ്ടല്ലോ, പൈസ 50 വന്നോ? 50 വന്നോ? 50 വന്നു, ബാക്കി 50 ഇട്. ഞാൻ ചേട്ടാ പൈസ ഞാൻ പ്രശ്നം ഉണ്ടാക്കുവേ. വേണ്ട, 50 ഇട്. 50 ഇടാ. 50 ഇട്. 50 ഇടാ. ഇട്. വന്നാ ഇപ്പൊ 50 1 ലക്ഷം രൂപ. നമ്മൾ തമ്മിലുള്ള പ്രശ്നം തീർന്നല്ലോ. ഇവിടെ ഒന്നും പ്രശ്നം ഉണ്ടാക്കൂലല്ലോ. എനിക്കെന്ത് പ്രശ്നം? അത്രേ ഉള്ളൂ. എടാ ചന്ദ്ര, കിട്ടാനുള്ള 1 ലക്ഷം രൂപയും കിട്ടിയിട്ടുണ്ട്. നമുക്ക് പോവാം.